എല്ലാ ദിവസവും അസറിന് ശേഷം സജീവാന്ന് നമ്മളെ കിച്ചണിൽ നിന്ന് രാവിലെ തന്നെ സജീവായിട്ടുണ്ട്. ഉമ്മ തിരക്ക് പിടിച്ച എന്തൊക്കെയോ പണികൾ. ബ്രദറിന്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് നോമ്പാട്ടോ ഇത്. അപ്പൊ നാത്തൂന്റെ വീട്ടിൽ നിന്ന് ഇന്ന് നോമ്പ് തുറക്കാൻ കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്, പിന്നെ നമ്മളെ കുറച്ച് ബന്ധുക്കൾ. അപ്പോൾ അതിന്റെ തിരക്ക് പിടിച്ച പണികളിലാണ്. കുറച്ച് സ്നാക്സ് ഒക്കെ നമ്മൾ തലേന്ന് തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അത് ഫ്രൈ ചെയ്യേണ്ട പണിയാട്ടോ കാര്യമായിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇന്ന് ചായക്ക് കുറച്ച് കടികളൂടി ഉണ്ടാക്കാനുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്യാനുള്ള മസാലയൊക്കെ ആദ്യം തന്നെ പുരട്ടി വെച്ചിട്ടുണ്ട്. മസാല പത്തിലും ഇത് അവിടെ റെഡി ആയിട്ടുണ്ട്. മുട്ട പുഴുങ്ങാനുള്ളത് അവിടെ നിന്ന് റെഡി ആകുന്നുണ്ട്. മസാല പത്തിലും ചിക്കൻ ബീഫ് കറിയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. പിന്നെ മീൻ കറി അയക്കുറിയായിട്ടോ കറിയായിട്ടുള്ളത്. കുറച്ച് അടുപ്പത്തുനിന്നും കുറച്ച് ഗ്യാസും ഒന്നൊക്കെ ആയിട്ട് റെഡി ആകുന്നുണ്ട്. ഇതൊക്കെ ഫ്രൈ ചെയ്യലേ എൻ്റെ പണിയാട്ടോ. അപ്പോൾ ഫ്രൈ പാൻ വെച്ചിട്ട് ചിക്കൻ ആട്ടോ ആദ്യം പൊരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇന്നലെ ചിക്കൻ റോൾ ആക്കണം എന്ന് വിചാരിച്ചിരുന്നു, പക്ഷേ ടൈം കിട്ടിയില്ല. അപ്പോൾ ചിക്കൻ റോളും കൂടി ആക്കണം. ദോശയിലാട്ടോ ചിക്കൻ റോൾ റെഡിയാക്കി എടുക്കുന്നത്. ഓരോരോ ദോശ ചുട്ട് ഉള്ളിൽ മസാല ഫില്ല് ചെയ്ത് ഇതുപോലെ റോൾ ചെയ്തിട്ട് ആട്ടോ എടുക്കുന്നത്. അപ്പോൾ ചിക്കൻ റോൾ റെഡിയായി. ആ അടുപ്പത്ത് തന്നെ നമുക്ക് കല്ലുമ്മക്കായി ഫ്രൈ ചെയ്യാനുള്ള പാന് വെച്ചിട്ട് ഓരോരോ ബാച്ചായിട്ട് പൊരിച്ചു. ചിക്കൻ റോളിന് ലൂസായ മൈദേൻ്റെ ബാറ്ററിൽ മുക്കിയിട്ട് ഒന്ന് ബ്രെഡ് ക്രംസിൽ കൊട്ടിയിട്ട് പൊരിച്ചെടുക്കൽ മാത്രമാട്ടോ പണിയുള്ളൂ. അപ്പോൾ നമുക്ക് ചീൻചട്ടി വെച്ചിട്ട് അതുകൂടി പൊരിച്ചെടുക്കും. ഇന്ന് മക്കൾക്ക് മൂന്നാക്കും നോമ്പുള്ള സാട്ടാ. ഫസ്റ്റ് നോമ്പെടുത്തതിന് ശേഷം പിന്നെ ഇന്നാട്ടോ നോമ്പെടുക്കുന്നത്. ഇതൊക്കെ പൊരിക്കുക എടുക്കുകയൊക്കെ ചെയ്യുന്ന കണ്ടിട്ട് നോമ്പ് മുറിച്ചാലോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്, പക്ഷേ നോമ്പൊന്നും മുറിച്ചില്ല. അപ്പോൾ നമ്മളെ കട്ട്ലറ്റ് ചിക്കനോളൊക്കെ ചീൻചട്ടിയിൽ നിന്ന് പൊരിച്ചെടുക്കുന്നുണ്ട്. മുട്ട ഇപ്പുറത്തടുപ്പത്ത് നിന്ന് പൊരിയുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മളെ ഓരോരോ കുടുംബക്കാരായിട്ട് വരൽ തുടങ്ങി. ഇതാണ് എൻ്റെ കാരണം. ഇതൊക്കെ കിച്ചണിലെല്ലാം പണിയും എടുക്കട്ടെ, വേണമെങ്കിൽ 10 വരെ മറിച്ചിട്ട് തിരിച്ച് തെരച്ചെടുക്കും. അത്രയ്ക്ക് എക്സ്പെർട്ടായി പൊരിച്ചെടുക്കൽ ബാക്കിയുണ്ട് കേട്ടോ. അപ്പോൾ അതോടി പൊരിച്ചെടുക്കുന്നുണ്ട്. ഇനി ഫ്രൂട്ട്സ് കട്ട് ചെയ്യലും ജ്യൂസ് അടിക്കലൊക്കെ കാക്കാൻ്റെ പണിയാണ്. അതൊക്കെ അവിടെ നിന്ന് നടന്നുകൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മളെ നോമ്പ് ഓർക്കേണ്ട സമയമായിക്കട്ടെ. അപ്പോൾ ടേബിളെല്ലാം സെറ്റ് ചെയ്യും. കടലൊക്കെ പത്തിലും ചട്ടിപ്പത്തിലൊക്കെ അവളെ ഉമ്മ കൊണ്ടുവന്നാട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ നോമ്പ് തുറക്കുമുള്ള സ്പെഷ്യൽ. നോമ്പ് തുറന്ന് കഴിഞ്ഞതിന് ശേഷം ചായക്ക് ഇതൊക്കെ ആട്ടോ കടിയുള്ളത്. ഇതൊക്കെയാണ് നോമ്പ് തുറ വിശേഷങ്ങൾ. അപ്പോൾ ഓക്കെ, ബൈ.